എന്റെ വൈഫിന്റെ വീട്ടിലേക്ക് പോകുന്ന വഴിയാണിത്. ഇത്തവണ നമ്മുടെ സിമ്പിൾ അൾട്രയിലാണ് നമ്മൾ രണ്ടുപേരും കൂടെ അവളുടെ വീട്ടിലേക്ക് പോയത്. പോകുന്ന വഴിക്ക് നമ്മൾ ലുലുലും കൂടെ ഒന്ന് കയറി. കുറെ നാളായി പുഴമീൻ കഴിച്ചിട്ട്, പ്രത്യേകിച്ച് തിലാപ്പിയ. അതുകൊണ്ട് നമ്മൾ അതിൽ നിന്ന് 1 കിലോ ഫ്രൈക്കായിട്ട് വെട്ടി മേടിച്ചു. കൂടാതെ സ്പൈസസ് ഒക്കെ തേച്ച് കാടക്കോഴി ഇരിക്കുന്ന കണ്ടപ്പോ അതിൽ നിന്ന് 3 എണ്ണവും നോർമൽ ആയിട്ടുള്ള 2 കാടക്കോഴിയും കൂടെ മേടിച്ചു. ഇതിനു പുറമെ 5 ചിക്കൻ കട്ട്ലേറ്റും കൂടെ പാക്ക് ചെയ്ത് മേടിച്ചിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ പർച്ചേസ് ചെയ്ത് നമ്മൾ ലുലുന്ന് ഇറങ്ങിയപ്പോ രാത്രി ഒരുപാട് താമസിച്ചു. അതുകൊണ്ട് തന്നെ കാടക്കോഴിയും തിലാപ്പിയൊക്കെ തൊട്ടടുത്ത ദിവസമാണ് ഫ്രൈ ചെയ്യാനായിട്ട് എടുത്തത്. കാടക്കോഴികളിൽ 2 എണ്ണം സ്പൈസസ് ഒന്നും തേക്കാത്തതായതുകൊണ്ട് അതിൽ തേക്കാനായിട്ട് സെപ്പറേറ്റ് ചിക്കൻ മസാലയും കൂടെ മേടിച്ചായിരുന്നു. കാടയിൽ മസാല ശരിക്കും പിടിക്കാനായിട്ട് മാമി അതിൽ പിച്ചാത്തി വെച്ച് ചെറിയ ചെറിയ കട്ടുകളും കൂടെ ഇട്ടുകൊടുത്തു. ഈ സമയം വീടിന് പുറത്ത് ഞാൻ അവളെയും ചിത്തുവിനെയും വെച്ച് പുതിയ സ്കൂട്ടർ ഓടിച്ച് കളിക്കുമായിരുന്നു. സ്കൂട്ടർ ഒന്ന് ഉരുട്ടാൻ കൊടുത്തപ്പോ ചിത്തു അവളുടെ സകല ശക്തി എടുത്ത് അത് നീക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. ഇപ്രാവശ്യം ഐറ്റംസ് കുറച്ച് കൂടുതലുള്ളതുകൊണ്ട് അവളും ചിത്തും കൂടെയാണ് കാട പ്രിപ്പയർ ചെയ്യാനായിട്ട് നിന്നത്. ചിക്കൻ മസാലയ്ക്ക് പുറമെ മാമി കുറച്ച് മുളക് പൊടിയും കൂടെ കാടയിൽ ആഡ് ചെയ്തു. തിലാപ്പിയ ഫ്രൈ ചെയ്യാനായിട്ട് കുറച്ച് പീസ് എടുത്തിട്ട് ബാക്കി ഫ്രിഡ്ജിൽ തന്നെ വെച്ചു. എടുത്തു വെച്ച പീസുകളിലേക്ക് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും നാരങ്ങാനീരും ഇഞ്ചി പേസ്റ്റും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തു. ഈ സമയം മാമൻ പ്രൊജക്ടറിൽ നമ്മുടെ കല്യാണ ആൽബം കാണുമായിരുന്നു. കാട ഫ്രൈ ചെയ്യാനായിട്ട് എണ്ണയിലേക്ക് ആദ്യം കറിവേപ്പില ഇട്ടു. പിന്നെ തിളച്ച എണ്ണയിലേക്ക് ഓരോ പീസ് കാട എടുത്തു വെച്ചു. കാട അത്യാവശ്യം ഫ്രൈ ആയി കഴിഞ്ഞപ്പോ അതിനെല്ലാം കൂടെ സെപ്പറേറ്റ് ഒരു പാത്രത്തിലേക്ക് എടുത്ത് മാറ്റി. അടുത്തതായിട്ട് തിലാപ്പിയ ഫ്രൈ ചെയ്യാനായിട്ട് ഫ്രൈയിങ് പാനിലേക്ക് എണ്ണ ഒഴിച്ച് കറിവേപ്പില ഇട്ട് ഓരോ പീസ് മീനെടുത്ത് നിരത്തി വെച്ചു. ഫ്രൈയിങ് പാനിലിരുന്ന് മീന് പൊള്ളുന്നത് കാണാൻ തന്നെ ഒരു ഭംഗിയാണ്. ഫിഷ് ഫ്രൈ എല്ലാം കൂടെ വേറൊരു പാത്രത്തിലേക്ക് എടുത്ത് മാറ്റി. പിന്നെ ചോറിന്റെ കൂടെ കഴിക്കാനായിട്ട് സെപ്പറേറ്റ് പപ്പടവും കൂടെ ചുട്ടെടുത്തു. അന്ന് ഉച്ചയ്ക്ക് ഊണിന് ചോറും മീനും കാടയും മരിച്ചിനും മെഴുക്കുരുട്ടിയൊക്കെ ആയിട്ട് അത്യാവശ്യം കുറച്ച് ഐറ്റംസ് ഉണ്ടായിരുന്നു. എല്ലാവർക്കും കാട ഇറച്ചി നന്നായി ഇഷ്ടപ്പെട്ടു. പക്ഷെ മാമി മാത്രം അത് കുറച്ചേ എടുത്തുള്ളൂ. ഒരുപക്ഷെ അതിനെ കണ്ടപ്പോ പ്രാവിനെ പോലെ തോന്നി കാണും. പകരം ഒരു മീൻ കൂടുതൽ കഴിച്ചിട്ടുണ്ടായിരുന്നു. കാട കൊള്ളാമായിരുന്നെങ്കിലും എനിക്ക് കൂടുതലായിട്ട് ഇഷ്ടപ്പെട്ടത് തിലാപ്പിയ മീനായിരുന്നു. അതിനായിരുന്നു ടേസ്റ്റ് കൂടുതൽ. അപ്പൊ എന്തായാലും വീഡിയോ ഇന്നത്തേക്ക് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. എന്റെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. മറ്റൊരു അവസരത്തിൽ വീണ്ടും കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയോടെ ബൈ.